ഇവിടെ ക്യാമ്പിന് വന്നിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. പക്ഷെ ഞാനിന്ന് തിരിച്ചു പോവുകയാണ്. റീസൺ എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. രാവിലത്തെ ഫസ്റ്റ് ബസ് ഒരു 6:30 വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ ബസ് വന്നില്ലെങ്കിൽ എന്റെ പ്ലാനിങ് മൊത്തം തെറ്റും. ബസ് കറക്റ്റ് സമയത്ത് വന്നുകൊണ്ട് എനിക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ റേഞ്ച് ഇല്ല. അതായത് വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെയും വിളിക്കാൻ പോലും പറ്റത്തില്ല. ഇവിടെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഇതിന്റെ പാർട്ട് 1 വീഡിയോ കാണുവാണെങ്കിൽ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഒരു ഐഡിയ കിട്ടും. അങ്ങനെ എന്റെ 3 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് ഞാൻ ആലുവയിലെത്തി. ഇനി ഞാൻ എവിടെയാ പോകുന്നതെന്ന് പറയാം. ഇന്ന് എറണാകുളം മെഡിക്കൽ കോളേജിൽ IMA-MSN നടത്തുന്ന അലോക 2025 മെഡ് കാർണിവൽ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ക്രിയേറ്റേഴ്സിന്റെ ടോക്ക് ഷോ ഉണ്ടായിരുന്നു. അപ്പൊ അവർ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ടോക്ക് ഷോയുടെ സമയം 2:30 പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്ലാൻ ഒന്ന് ചെറുതായിട്ട് മാറ്റി. എനിക്ക് ക്യാമ്പ് നാളെയും കൂടെ ഉണ്ടായിരുന്നു. ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് അവസാനത്തെ ബസ് വൈകുന്നേരം 5:30 ടോക്ക് ഷോ നേരത്തെ കഴിയുവാണെങ്കിൽ ഞാൻ തിരിച്ച് ക്യാമ്പിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എറണാകുളം മെഡിക്കൽ കോളേജിലെത്തി. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഇവരെയൊക്കെ കാണാൻ പറ്റി. പിന്നെ നമ്മളെല്ലാവരും കുറെ നേരം സംസാരിച്ചു നിന്നു. ഇവരെല്ലാവരെയും കണ്ട എക്സൈറ്റ്മെന്റിൽ ഞാൻ കുറെ വീഡിയോസ് എടുക്കാനായിട്ട് മറന്നുപോയി. ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ടോക്ക് ഷോയ്ക്ക് മുന്നായിട്ട് ഒരു ബാൻഡിന്റെ പ്രോഗ്രാം ആയിരുന്നു. ഇനി അടുത്തതായിട്ട് ടോക്ക് ഷോ ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഗസ്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോകുന്നത്. എന്റെ ഫ്രണ്ട്സ് എല്ലാം ക്യാമ്പിലായി പോയോണ്ട് എനിക്ക് ഈ ടോക്ക് ഷോയിന്റെ എന്റെ വീഡിയോസ് എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. പക്ഷെ കുറച്ച് വീഡിയോസ് എൻ്റെ അടുത്തുണ്ട്. അവിടെയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചു. ഞാനാണെങ്കിൽ ഇവരെല്ലാവരെയും കണ്ട ഇതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതേപോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇന്നത്തെ ഡേ ആണെങ്കിൽ കുറെ ട്രാവൽ ചെയ്തെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതെല്ലാം. അവസാനം ഞങ്ങൾ എല്ലാവരും ഒരു ഫോട്ടോ എടുത്തു. ഇനി ഞാൻ തിരിച്ച് ക്യാമ്പിലേക്ക് പോവാണ്. പക്ഷേ ഇപ്പോൾ സമയം ഏകദേശം 6:50 എനിക്ക് തിരിച്ച് ക്യാമ്പിലേക്ക് പോകാനുള്ള ബസ്സാണെങ്കിൽ വൈകുന്നേരം 5:30 രാത്രിയാണെങ്കിൽ അങ്ങോട്ട് ബസ്സും ഇല്ല. നാളെ ക്യാമ്പിന്റെ ലാസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴാണ് തിരിച്ചു പോരുന്നതെന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇത് വിളിച്ച് ചോദിക്കാനാണെങ്കിൽ അവിടെയാണെങ്കിൽ റേഞ്ചും ഇല്ല. നാളെ ആണെങ്കിൽ ദീപാവലിയാണ്. അതുകൊണ്ട് തന്നെ ബേക്കറി കയറിയിട്ട് കുറച്ച് സ്വീറ്റ്സും വാങ്ങിച്ചു. ഇവിടെ ചോദിച്ചപ്പോൾ ക്യാമ്പിന്റെ അങ്ങോട്ട് ഒരു ബസ് രാവിലെ ഉണ്ടെന്ന് പറഞ്ഞു. ആ ബസ് കിട്ടുവാണെങ്കിൽ ഞാൻ ക്യാമ്പിലേക്ക് പോകും, അല്ലെങ്കിൽ തിരിച്ച് ഞാൻ കോളേജിലേക്ക് പോകും. ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ കാണാം.